സർ, സംസ്ഥാനത്ത് ഈ മെയ് മാസത്തിനുള്ളിൽ എത്ര റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിശദീകരിക്കാമോ? മിനിസ്റ്റർ. സർ, കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ് സർ ഈ സർക്കാർ. സർ, ഈ റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർപാസുകളുമായി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് 10 എണ്ണമാണ്. 10 എണ്ണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടുകൂടി 5 മേൽപ്പാലങ്ങൾ കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ താനൂർ, തെയ്യാല, ചിറയിൻകീഴ്, ഇരവിപുരം, വാടാനംകുറിശി, അകത്തേത്തറ എന്നിവ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്വർണം കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും ഒന്നിച്ച് ഇസറ്റ് കാറ്റഗറിയിൽ കഴിയുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ച കൂട്ടരാണ് സാർ ഇവർ. എന്നിട്ടാണ് സാർ ഈ സമരാഭാസം. സാർ, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് സാർ ഇവര്. സംശയമൊന്നും വേണ്ട, മുമ്പിൽ റിമൂവ് ചെയ്യും, ഒരു സംശയം വേണ്ട. സാർ, ഏതായാലും ചട്ടമ്പിമാരാ ഇവര്. ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുമെന്നാണ് കരുതിയിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ചോദ്യം. സാർ, ഇത്തരത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നുണകളുടെ പ്രവാഹം സൃഷ്ടിച്ച് ഈ നാടിനെ തന്നെ അവമാനപ്പെടുത്തുന്ന ഈ UDF-നെ ജനങ്ങൾ തള്ളിക്കളയാൻ പോവുകയാണ് സാർ. ഇത്ര നാണം കെട്ടൊരു സമര പരിപാടി ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് സാർ. ഇവിടെ പാർലമെന്റ് മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു അടിയന്തര പ്രമേയത്തിന് വിഷയം പോലും കിട്ടാതെ അവസാനിപ്പിച്ച ഒരു സമരം വീണ്ടും തട്ടിപ്പൊക്കി എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് സാർ. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് സാർ. ചോദ്യോത്തര വേളയിലൂടെ ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തെയാണ് സാർ ഇവർ ചോദ്യം ചെയ്യുന്നത്. സാർ, അങ്ങ് ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, കടുത്ത അവഗണന റെയിൽവേ വിഷയങ്ങളിൽ, റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന ഈ സന്ദർഭത്തിലും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതും പുതിയ പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്ന കാര്യത്തിലും മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് സാർ ഈ കേരളത്തിലെ ഗവൺമെന്റ്. ഇനി ഈ വർഷം എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നറിയിക്കാൻ കഴിയുമോ? കേരള നിയമസഭയിൽ പ്രതിപക്ഷം നടത്തുന്ന ഈ തരത്തിലുള്ള ജനാധിപത്യത്തിനെതിരെയുള്ള ഈ കടന്നുകയറ്റത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് സാർ. സാർ, ഓരോ ലെവൽ ക്രോസും നിർമ്മിക്കുന്നതിന് ഈ സർക്കാർ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തി ഉണ്ട് സാർ. സാർ, UDF-ന്റെ കാലത്ത് അവർ എത്ര മേൽപ്പാലങ്ങൾ, ROBകൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് സാർ. എത്ര തുക മുടക്കിയിട്ടുണ്ട് സാർ. എത്ര അടിപ്പാതകൾ നിർമ്മിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്നു സാർ. അത് ഒന്ന് താരതമ്യം ചെയ്യാമോ? ഇവിടെ ലെവൽ ക്രോസുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, ആളുകൾക്ക് അവിടെ സമയം എത്ര യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി സാർ, ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ സാർ? ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പൊ ആ നിലയിൽ ഈ സർക്കാർ എടുക്കുന്ന ROBകൾ നിർമ്മിക്കുന്നതിനും അടിപ്പാതകൾ നിർമ്മിക്കുന്നതിനും എടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടലാണ് സാർ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് സാർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ഇനി എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം. സാർ, നിലവിൽ 26 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം RBDCK, KRDCL എന്നിവ വഴി പുരോഗമിക്കുന്നുണ്ട്. പാവങ്ങാട് ROB, പുതുക്കാട് ROB, പുതിയകാവ് ചക്കുവള്ളി ROB തുടങ്ങിയവ ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ പി മമ്മിക്കുട്ടി. സാർ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരായി ഒരുമിച്ച് നിന്ന് അതിനെതിരായി പ്രതിഷേധിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷക്കാർ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കാമ എന്നൊരു ശബ്ദം മുഴക്കാൻ തയ്യാറല്ലാതെ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായി സമരാഭാസവുമായി മുന്നോട്ട് പോകാണ് സാർ. എന്റെ ചോദ്യം, റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിഭാഗത്ത് വി പാർക്കുകളാക്കി മാറ്റുന്ന പദ്ധതി വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തുടർന്ന് പുതുതായി എത്ര പ്രദേശത്ത് വി പാർക്കുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു?
ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സർ ഈ പാലങ്ങൾക്ക് അടിഭാഗത്തുള്ള ബി പാർക്ക് പദ്ധതി സർ അതിൽ വലിയ ജനസ്വീകാര്യതയും അതിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആളുകൾ തന്നെ ഈ വി പാർക്ക് പദ്ധതിയെ കുറിച്ച് വലിയ രീതിയിൽ അവരുടെ അതിലുള്ള ഒരു അഭിനന്ദനവും ഒക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് സർ ഈ ഒരു വി പാർക്ക് പദ്ധതി 7 ഇടങ്ങളിൽ പുതുതായിട്ട് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് തുടരുകയാണ് സർ. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ വിഷയദാരിദ്ര്യമാണിവർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, എവർ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ നേട്ടം ലഭിച്ച മണ്ഡലമാണ് വടക്കാഞ്ചേരി. 4 റെയിൽവേ മേൽപ്പാലങ്ങളാണ് മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലുള്ളത്. കോട്ടൂർ വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാലം റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതിയായി. സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ്. മാരാത്തൂന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും പൂർത്തിയാക്കി ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് റെയിൽവേയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അമല സമാന്തര റെയിൽവേ മേൽപ്പാലത്തിനായി RBDCക്ക് തയ്യാറാക്കിയ GADയുടെ നിലവിലെ പുരോഗതി വ്യക്തമാക്കാമോ? വടക്കാഞ്ചേരി ബൈപ്പാസിലെ നിർദ്ദിഷ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല GAD തയ്യാറാക്കിയ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെ ഏൽപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ എന്നതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഈ ആർഒബികളുടെ നിർമ്മാണത്തിൽ നമുക്കറിയാം, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് കിഫ്ബിയിലൂടെ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുള്ള സർക്കാരാണ് കേരള സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ സർ. അതിൽ ഏറ്റവും നല്ല പരിഗണന ലഭിച്ച ഒരു മണ്ഡലമാണ് വടക്കഞ്ചേരി നിയോജക മണ്ഡലം. സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തിയ ഇടപെടലുകളുടെ ഭാഗം കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആ മണ്ഡലം അമല ROBയുടെ നിർമ്മാണത്തിനായി ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് തയ്യാറാക്കുകയും അത് അംഗീകാരത്തിനായി റെയിൽവേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് അംഗീകാരം ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് സാർ. അത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം KRDCL-നെ ഏൽപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് ഉള്ളത് സാർ. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ KRDCL-നെ തന്നെ ഇത് ഏൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ശ്രീ പ്രമോദ് നാരായൺ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം 100 ദിവസത്തെ തൊഴിൽ നൽകുക എന്നതാണ്. തൊഴിൽ ആവശ്യപ്പെട്ട കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞതിൽ സംസ്ഥാനം രാജ്യത്ത് 2ാം സ്ഥാനത്താണ്. മിനിസ്റ്റർ മറുപടി പറയട്ടെ. ജോലി ലഭിച്ച ആകെ കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനം നോക്കിയാൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. 25-26 കേരളം. ജോലി ലഭിച്ച പട്ടികവർഗ കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ജോലി ലഭിച്ച പട്ടികജാതി കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ എണ്ണത്തിലും ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ശരാശരി പട്ടികജാതി തൊഴിൽ ദിനങ്ങൾ 2ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. ശരാശരി പട്ടികവർഗ തൊഴിൽ ദിനങ്ങളിലും 2ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. 100 ദിവസം ജോലി നൽകിയ കുടുംബങ്ങളുടെ എണ്ണം 5ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. സർ, വിശദമായ മറുപടി മേശപ്പുറത്ത് വയ്ക്കാം.